ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഈ പുലർകാലത്ത് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് കൽപ്പറ്റയിലെ പുത്തൂർ വയൽ PO ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക്, അവിടെ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയുടെ സവിധത്തിലേക്ക് ഈശോ നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? നിൻ്റെ കെട്ട് അഴിച്ചു കളയാൻ. ഈ പ്രഭാതത്തിൽ ഒത്തിരിയേറെ കെട്ടില്ലേ, തലയിലും തോളിലൊക്കെ ആയിട്ട്, അതൊക്കെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. വിശ്വസ്തയോടെ നമുക്ക് നിൽക്കാം. നമുക്കൊരു നല്ല വചനത്തോടെ എന്ന് തുടങ്ങിയാലോ? സങ്കീർത്തനം 50:22 നല്ലൊരു വചനമാണ്. ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ചീന്തിക്കളയും, നിന്നെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അല്ലേ? ഒരു തമാശയുള്ളൊരു വചനമാണല്ലേ. ദൈവം പറയാ, എന്നെ നീ ഓർക്കാറുണ്ടോ? ഓർത്തില്ലെങ്കിൽ ഞാൻ ചീന്തിക്കളയെന്നാണ് പറയുന്നത്. ചൂരലിനടിക്കുമെന്നല്ല, ചെവിക്ക് ഞുള്ളുവെന്നല്ല, വലിച്ചു കീറിക്കളയും. അപ്പോൾ ദൈവം ഒട്ടും ആഗ്രഹിക്കാത്ത, ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ്? ദൈവം ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം മക്കൾ മറന്നു പോവുക. അപ്പനെ നമ്മൾ ഓർത്ത് നോക്കുക, എന്തെല്ലാം നന്മകൾ കിട്ടിയിട്ടും നമ്മൾ തക്ക സമയത്ത് ഈ അപ്പനെ മറന്നു പോകും. ഞാൻ ചീന്തിക്കളയും. അതുമല്ല, നീ ആവശ്യഘട്ടത്തിൽ ആരെയെങ്കിലും സമീപിച്ചാൽ അവരൊരിക്കലും നിന്നെ സഹായിക്കില്ല. മക്കളെ, ഈ നിമിഷം, ഈ പ്രഭാതത്തിലൊന്ന് എണ്ണിക്ക്. ശാന്തമായ ഒരു സായങ്കാലം ആര് തന്നതാ? വിശ്രമപൂർണമായ ഒരു രാത്രികാലം ആര് തന്നതാ? പ്രസരിപ്പോടെ ഉണരാനും കൈയറ്റീശയുടെ സവിധത്തിൽ കുടുംബത്തോടൊപ്പം നിൽക്കാനും സാധിച്ചത് ആര് കാരണമാണ്? അപ്പോൾ സങ്കീർത്തകൻ അതാണ് നന്ദി പറയും. നമുക്ക് സങ്കീർത്തനോട് ചേരാം. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാം നിൻ്റെ ദാനമാണ്, എല്ലാം. അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു. നമുക്കൊരു ഈശോ ചൊല്ലി തുടങ്ങാം. ഈശോ ചൊല്ലി. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ഈശോ ചൊല്ലൽ ഉണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അനേകം മക്കൾ വ്യാഴാഴ്ചകളിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യം, എന്നെ ഫോൺ ചെയ്ത് പറയുന്നൊരു കാര്യം, അച്ഛാ, പുലർകാലത്ത് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു. ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ബന്ധുജനങ്ങൾക്കൊക്കെ ഞങ്ങളൊരു സ്തുതി ചൊല്ലുന്നു. ഞങ്ങളെ കുടുംബത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നു. എല്ലാ കുശുമ്പും കുന്നായ്മയും യുദ്ധവും അടിയും പിടിയും വഴക്കും ഒക്കെ മാറുന്നു. സ്നേഹിക്കാൻ പറ്റുന്നു, ബഹുമാനിക്കാൻ പറ്റുന്നു. എല്ലാവരും അത് ചെയ്യണം കേട്ടോ. നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ കൈകെട്ടീശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കുക. മുൾക്കിരീടമൊക്കെ കരുതിയിട്ടുള്ളവർ അതെടുത്ത് തലയിൽ വെക്കുക. കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തെടുത്ത് മുട്ടുകുത്താം. എങ്ങനെയാണ് കർത്താവിൻ്റെ സഹനത്തെ നിനക്ക് നിൻ്റെ ജീവിതമായിട്ടൊന്ന് ചേർത്ത് വെക്കാൻ പറ്റുന്നത്? അത് നീയും നിൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമാണ്. നമുക്ക് 3 നിയമങ്ങളാണ് ഇന്ന് വയ്ക്കുന്നത്. 3ഉം 2 പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ്. നമുക്ക് 1ാമത്തെ നിയമത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ മക്കളെയും മനുഷ്യരെയും, പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായവർ, യുദ്ധം, ദാരിദ്ര്യം, പട്ടിണി, അപകടം, ആപത്ത്, പ്രകൃതി ദുരന്തങ്ങൾ, കഷ്ടപ്പെടുന്ന മക്കളുണ്ട്. എല്ലാവരും എടുത്ത് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ.
കൈകൾ കൂപ്പി ഒരിക്കൽ കൂടി ഈശോയുടെ ആ കരുണയുള്ള മുഖത്തേക്കൊന്ന് നോക്കുക. ലോകത്തിൽ ഇതേപോലൊരു കാഴ്ച വേറെയില്ല. കരുണയുള്ള മുഖം. നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം. ആഗോള കത്തോലിക്ക സഭ നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയുണ്ട്. ലിയോ 14 മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ഇന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീണ പൈതങ്ങൾ എല്ലാവരും ചേർത്ത് പിടിക്കാൻ നമുക്ക് കൈകൾ വിരിച്ചു പിടിച്ച് ചൊല്ലുക. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ ഈശോയെ നോക്ക്. ഇനി നിൻ്റെ ഊഴമാണ്. ഈ പുലർകാലത്ത് നീ എഴുന്നേൽക്കുമ്പോൾ സന്തോഷമല്ല, ഭാരമാണ്, അല്ലേ? 100 ഭാരം. ഇന്നെങ്ങനെ ഈ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുന്ന? അതിന് വേണ്ടി കടബാധ്യതയുണ്ട്. വീട് ജപ്തി ചെയ്യാൻ ഒരുങ്ങി നിൽക്കുക. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകളുണ്ട്, ആസ്വാരസ്യങ്ങളുണ്ട്. മക്കളുടെ കല്യാണവും നടന്നിട്ടില്ല, അവരുടെ പഠനം പൂർണ്ണമായിട്ടില്ല, അവരുടെ ഇൻ്റർവ്യൂ പരീക്ഷ, അവർക്കൊരു വിസ കിട്ടിയിട്ടില്ല, ഒരു ജോലി തരപ്പെട്ടിട്ടില്ല, ഒരു ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. നിൻ്റെ വീട് പണി തുടങ്ങി, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. നിനക്കൊരു തുണ്ട് ഭൂമിയില്ല, വാടക വീട്ടില്ല. ഭാരമല്ലേ ഇതെല്ലാം? ഒരു മാരക രോഗമുണ്ട്, മനസ്സിൻ്റെ സംഘർഷമുണ്ട്. ദൈവവേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ശുശ്രൂഷ, പക്ഷെ പറ്റുന്നില്ല. എന്താണ് നിൻ്റെ ഭാരം? ആ ഭാരം ഈ കെട്ടിലേക്കൊന്ന് വെച്ച്, എന്തു ആയിക്കോട്ടെ വയ്ക്ക്. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രഭാതം കിട്ടിയതിനെ ഓർത്ത് എല്ലാ മക്കളും ഉറങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ കുടുംബവും കൈയറ്റീശോയുടെ മുമ്പിൽ നന്ദി ദൈവമേ. നാളിതുവരെ ഈ നൊവേനയിൽ സംബന്ധിച്ചിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ ഹൃദയത്തിലൊന്ന് നന്ദി പറഞ്ഞ് ഒപ്പം ഈശോയോട് പറ, ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ കുടികൊള്ളുന്ന PO ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും വ്യാഴാഴ്ച. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയുടെ മുമ്പിൽ, ഭക്തജനങ്ങളുടെ മുമ്പിൽ മഹത്വത്തിനായിട്ട് സാക്ഷ്യപ്പെടുത്തും. ഈശോയ്ക്കുപരി മഹത്വം എൻ്റെ കുടുംബം വഴി കിട്ടും. ഈശോയോട് പറ, നിൻ്റെ വഴികൾ തുറന്നിരിക്കുന്നു, നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞിരിക്കുന്നു, നിനക്ക് കടന്നു വരാൻ സാധിക്കും, വലിയ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. ഒരു ശാപം മാറും, ഒരു രോഗം മാറും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കൾക്കും സ്വാഗതം. വ്യാഴാഴ്ച രാവിലെ 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, കൗൺസിലിംഗ്, കുമ്പസാരം, ദിവ്യബലി, സ്നേഹവിരുന്ന്. എല്ലാ മക്കൾക്കും അപൂർവമായ കൈയിട്ട് ഈശോയോടുള്ള നൊവേന, നിൻ്റെ നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും. ദൈവം നിങ്ങളെ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് ആരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ ഏകനാണ്, ഏകസ്ഥയാണ് എന്നൊക്കെ പറയണ്ട. ഈശോ ഉണ്ട്. കൗൺസിലിംഗ് തിങ്കൾ ചൊവ്വ നിങ്ങൾക്ക് കടന്നു വരാം. ഈ നിമിഷം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ധന്യതയിൽ നിന്നുകൊണ്ട് ഞാനൊരു അനുഗ്രഹം, ഒരു അഭിഷേകം തരാൻ പോവുകയാണ്. ചേർത്ത് പിടിച്ച് നിന്നേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും എല്ലാ തൊഴിൽ മേഖലകളെ
നിൻ്റെ സ്വപ്നങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.